നമസ്കാരം, എല്ലാ ടീച്ചേഴ്സിനും പൾപിറ്റിന്റെ പുതിയ ഒരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം. 2026 നടക്കാൻ പോകുന്ന HSSC മത്സര പരീക്ഷയിൽ ഏറ്റവും പ്രധാനപ്പെട്ട 30 മാർക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണല്ലോ ജനറൽ പേപ്പർ. ആ ജനറൽ പേപ്പറിൽ ഏറ്റവും പ്രൊമിനന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് റിനൈസൻസ് എന്നറിയപ്പെടുന്ന മേഖല. ആ റിനൈസൻസിനെ പ്രധാനപ്പെട്ട 5 ടോപ്പിക്സ് ഉണ്ട്. അതിൽ റിനൈസൻസ് ലീഡേഴ്സ് ഉണ്ട്, സ്ട്രഗിൾസ് ആൻഡ് സോഷ്യൽ റിവോൾട്ട് എന്നറിയപ്പെടുന്ന മേഖലയുണ്ട്, ലിറ്റററി ഫിഗർ ഉണ്ട്. അങ്ങനെ ധാരാളം ടോപ്പിക് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഷുവറായും ചോദിക്കുന്ന ഒരു മേഖല നമ്മൾ കവർ ചെയ്യാൻ വേണ്ടി പോകും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ സ്ട്രഗിൾസ് ആൻഡ് സോഷ്യൽ റിവോൾട്ട്സ് എന്നറിയപ്പെടുന്ന മേഖല. അത് തന്നെ അപ്പർ ക്ലോത്ത് റിവോൾട്ട്സ് ഉണ്ട്, വൈക്കം സത്യാഗ്രഹമുണ്ട്, ഗുരുവായൂർ സത്യാഗ്രഹ തുടങ്ങി കുട്ടൻകുളം സത്യാഗ്രഹം ഉൾപ്പെടെയുള്ള കലാപങ്ങൾ അല്ലെങ്കിൽ ക്ഷേത്ര സമരങ്ങൾ പഠിക്കണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് അബ്സഷൻ മൂവ്മെന്റ്. അതിന്റെ മലയാള പരിഭാഷ ഇമ്പോർട്ടന്റ് ആണ്. നിവർത്തന സമരത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷയാണ് നമ്മൾ എന്ത് പറയുന്നത്? അബ്സഷൻ മൂവ്മെന്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത് നിവർത്തന സമരം എന്നാണ്. ഈ നിവർത്തന സമരവുമായി ബന്ധപ്പെട്ട് 2025 ചോദിച്ച ഒരു ന്യൂജൻ ചോദ്യം, ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രിയപ്പെട്ട അധ്യാപകർക്ക് എല്ലാം അറിയാവുന്നതാണ്. ഇപ്പോഴത്തെ ചോദ്യങ്ങളുടെ ഒരു പാക്കേജ് അല്ലെങ്കിൽ പാറ്റേൺ ന്യൂജൻ ചോദ്യമാണ്. ന്യൂജൻ ചോദ്യം എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യനുകളാണ് ചോദിക്കുന്നത്. അപ്പൊ 2025 ചോദിച്ച ഈ അബ്സഷൻ മൂവ്മെന്റുമായി ബന്ധപ്പെട്ട് ചോദിച്ച ഒരു ന്യൂജൻ ചോദ്യമാണ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ, ദി അജിറ്റേഷൻ ദാറ്റ് ലേഡ് ടു ദി ഫോർമേഷൻ ഓഫ് PSC ഇൻ കേരള ഈസ് അബ്സഷൻ മൂവ്മെന്റ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിന്റെ പരിഭാഷ കേരളത്തിൽ PSCയുടെ രൂപീകരണത്തിന് കാരണമായ പ്രക്ഷോഭം അബ്സഷൻ മൂവ്മെന്റ് എന്നാണ് ആ സ്റ്റേറ്റ്മെന്റ്. ഓപ്ഷൻ ബിയിൽ കൊടുത്തേക്കുന്നത് ദി മാഗസിൻ കേരള കേസരി വാസ് ഫൗണ്ടഡ് ബൈ A. ബാലകൃഷ്ണപിള്ള. കേരള കേസരി എന്ന മാഗസിൻ സ്ഥാപിച്ചത് A. ബാലകൃഷ്ണപിള്ളയാണ്. ഓപ്ഷൻ സി കേശവൻ ഈസ് നോൺ ആസ് സിംഹം. ഓപ്ഷൻ ഡി ഓൾ ആർ കറക്റ്റ്. ഇങ്ങനെ 2025 ചോദിച്ച ഇതേ ന്യൂജൻ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ നമ്മൾ എഴുതാൻ പോകുന്ന HSSC മത്സര പരീക്ഷയിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്താൽ നിങ്ങൾ ഏത് ഉത്തരം എഴുതും? ഇതിൽ ഏതാ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, അതോ ഡി ആണോ? ഒന്ന് കമന്റ് ചെയ്തേക്ക്. ആദ്യം നിങ്ങൾ പ്രിയപ്പെട്ട അധ്യാപകർ ചെയ്യേണ്ടത്, ഇതിന്റെ ഉത്തരം നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്ക്. അപ്പൊ നമുക്ക് മനസ്സിലാവുമല്ലോ നിങ്ങൾക്ക് എത്രമാത്രം ധാരണയുണ്ട് ആ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ടതെന്ന്. അപ്പൊ ഈ ഒരു ആൻസർ, ഇതിന്റെ ആൻസർ, ഈ ആൻസറിലേക്ക് വരുന്നതിന് മുമ്പ് ഏറ്റവും ബേസ് ആയി ഈ പറയുന്ന നിവർത്തന സമരം എന്നറിയപ്പെടുന്ന അബ്സഷൻ മൂവ്മെന്റുമായി ബന്ധപ്പെട്ട് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് ചോദിക്കുന്ന 5 പ്രധാനപ്പെട്ട ഫാക്ടേഴ്സിൽ ഒന്ന് 1932 അല്ലെങ്കിൽ 1932 ഈ പറയുന്ന നിവർത്തന അജിറ്റേഷൻ നടക്കുന്നത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, നിവർത്തന അജിറ്റേഷൻ കണ്ടക്ടഡ് ഇൻ വിച്ച് ഇയർ? അത് 1932 ആണ്. അടുത്ത വളരെ പ്രധാനപ്പെട്ട പ്രത്യേകത, 1935 1935 ഏറ്റവും പ്രൊമിനന്റ് ആയിട്ടുള്ള നവോത്ഥാന നായകനായ C. കേശവൻ ഒരു സ്പീച്ച് കണ്ടക്ട് ചെയ്യും. ആ സ്പീച്ചിന്റെ പേര് കോഴഞ്ചേരി സ്പീച്ച് എന്ന. അപ്പൊ ഒന്നെങ്കിൽ ചോദ്യം വരുന്നത് ഇങ്ങനെയാണ്, കോഴഞ്ചേരി സ്പീച്ച് ഡെലിവേർഡ് ബൈ എന്ന് ചോദിച്ചാൽ അതിനുത്തരം C. കേശവൻ. കോഴഞ്ചേരി സ്പീച്ച് കണ്ടക്ടഡ് ബൈ എന്ന് ചോദിച്ചാൽ C. കേശവൻ. കണ്ടക്ടഡ് ഇൻ വിച്ച് ഇയർ എന്നാ ചോദിക്കുന്നെങ്കിൽ 1935. അപ്പൊ അവിടെ ഒരു ചോദ്യം ചോദിക്കും, വളരെ പ്രധാനപ്പെട്ടതാ. ഈ പറയുന്ന കോഴഞ്ചേരി സ്പീച്ച് ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് സോഷ്യൽ മൂവ്മെന്റ് ഇൻ കേരള? കേരളത്തിൽ ഏത് സാമൂഹ്യ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട പ്രസംഗമാണ് കോഴഞ്ചേരി സ്പീച്ച്? ഏത് പ്രസംഗമാ? നിങ്ങൾ തന്നെ പറ. ഈ പറയുന്ന ഏത് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടതാ? അത് അബ്സ്റ്റൻഷൻ മൂവ്മെന്റ് എന്നറിയപ്പെടുന്ന നിവർത്തന സമരവുമായി ബന്ധപ്പെട്ടതാ. അപ്പൊ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കി, ഈ നിവർത്തന സമരം എന്നറിയപ്പെടുന്ന അബ്സ്റ്റൻഷൻ മൂവ്മെന്റിന്റെ മെയിൻ ലീഡർ ആയി കൺസിഡർ ചെയ്യുന്ന ആരാണ്? ഈ പറയുന്ന C. കേശവനാണ്. അടുത്ത വളരെ പ്രധാനപ്പെട്ട പ്രത്യേകത, അങ്ങനെ 1936 ട്രാവൻകൂർ PSC ഫോം ചെയ്യും. ട്രാവൻകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ ഫോം ചെയ്യും. ഈ ട്രാവൻകൂർ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാനായിട്ട്, ഫസ്റ്റ് ചെയർമാനായിട്ട് GD നോക്സിനെ അപ്പോയിന്റ് ചെയ്യും. ബ്രിട്ടീഷുകാരനായ GD നോക്സിനെ അപ്പോയിന്റ് ചെയ്യും. ഇനി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ പറയുന്ന ട്രാവൻകൂർ PSC 1936 ഫോം ചെയ്യല്ലോ. അതേപോലെ തന്നെ 1949 ജൂലൈ 1 നമ്മൾ എല്ലാവരും ഈ പറയുന്ന മറ്റു മത്സര പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്ന
പഠിക്കുന്ന സമയത്ത് പഠിക്കുന്ന ഒരു വസ്തുതയാണ് തിരുക്കൊച്ചി സംയോജനം. അപ്പൊ മിക്ക ഉദ്യോഗാർത്ഥികളും മനസ്സിൽ കരുതും, സാറേ ഞങ്ങൾ ഈ ജനറൽ PSC ഒക്കെ വിട്ടിട്ട് ഒത്തിരി കാലമായി ഞങ്ങളൊരു കോളേജിൽ ലെക്ചറായിട്ട് വർക്ക് ചെയ്യാണ്, അല്ലെങ്കിൽ ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗസ്റ്റായിട്ട് വർക്ക് ചെയ്യാണ്, അല്ലെങ്കിൽ ഒരു ഹൈസ്കൂളിൽ ഗസ്റ്റായിട്ട് വർക്ക് ചെയ്യാണ്, ഞങ്ങൾ ജനറൽ PSC ഒക്കെ വിട്ടിട്ട് കാലം കുറയായി. അപ്പൊ നിങ്ങൾ ജനറൽ PSC വിട്ടോ, നോ പ്രോബ്ലം, പക്ഷെ സിലബസ് പ്രകാരമുള്ള കണ്ടന്റ് പഠിക്കണമല്ലോ. ആ സിലബസ് പ്രകാരമുള്ള കണ്ടന്റ് ഇതാ 1949 ജൂലൈ 1 ജൂലൈ 1 തിരുക്കൊച്ചി PSC ഫോം ചെയ്യും. അപ്പൊ തിരുക്കൊച്ചി ഇന്റഗ്രേഷൻ എന്നാ ചോദിക്കുന്നെങ്കിൽ, തിരുക്കൊച്ചി ഇന്റഗ്രേഷൻ കണ്ടക്ടഡ് ഇൻ വിച്ച് ഇയർ, തിരുക്കൊച്ചി സംയോജനം നടന്ന വർഷം 1949 ജൂലൈ 1. അതിനർത്ഥം എന്താ? തിരുവിതാംകൂറും കൊച്ചിയും കൂടെ സംയോജിക്കും, ഒന്നാവും. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഈ പറയുന്ന സ്ഥാപനങ്ങളുടെ ഒക്കെ പേര് മാറണ്ടായോ? ഇപ്പൊ നോക്കൂ, കേരളം എന്നറിയപ്പെടുന്ന സംസ്ഥാനം, അല്ലെങ്കിൽ കേരളം എന്നറിയപ്പെടുന്ന സംസ്ഥാനത്തിന്റെ പേര് നാളെ 2027 ആയപ്പം ചെറുതായിട്ട് മാറ്റം വന്നു. കേരളം എന്ന സ്ഥാനത്തിന് പകരം വേറെ ഏതെങ്കിലും ഒരു ഈ പറയുന്ന പേര് കൊടുത്തെന്നിരിക്കട്ടെ, എങ്കിൽ നമ്മൾ ഈ കേരള PSC മാറത്തില്ലയോ? കേരള ട്രാൻസ്പോർട്ട് മാറത്തില്ലയോ? കേരള സർക്കാർ മാറത്തില്ലയോ? അതേപോലെ എന്ന് വെച്ചാൽ ഈ പറയുന്ന സംസ്ഥാനത്തിന്റെ പേര് മാറുന്നതിനനുസരിച്ച്, അല്ലെങ്കിൽ പ്രദേശത്തിന്റെ പേര് മാറുന്നതിനനുസരിച്ച് അവിടുത്തെ ഗവൺമെന്റ് സ്ഥാപനങ്ങളുടെ പേര് മാറണം. അപ്പൊ തിരുവിതാംകൂർ PSC എന്തായിട്ട് മാറണം? തിരുക്കൊച്ചി PSC ആകണം. അപ്പൊ തിരുക്കൊച്ചി PSC ഫോംഡ് ഇൻ വിച്ച് ഇയർ? അത് 1949. ഈ തിരുക്കൊച്ചി PSCയുടെ ഫസ്റ്റ് ചെയർമാൻ ആയിട്ട് വരുന്നത് C കുഞ്ഞിരാമൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. അപ്പൊ മിക്ക ആളുകളും മനസ്സിൽ കരുതും, സാറേ CV കുഞ്ഞിരാമൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അത് വേറെ ഇത് വേറെ. ഈ CV കുഞ്ഞിരാമൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരംഭിച്ച ഒരു ന്യൂസ് പേപ്പർ ഉണ്ട്, അല്ലെങ്കിൽ ഒരു മാഗസിൻ ഉണ്ട്, അതിന്റെ പേരാണ് കേരള കൗമുദി. അത് വേറെ, അത് CV കുഞ്ഞിരാമൻ. ഇത് പറയുന്നത് ആരാ? അത് C കുഞ്ഞിരാമൻ. അടുത്തത് 1956 നവംബർ 1. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, കേരളം എന്നറിയപ്പെടുന്ന സംസ്ഥാനം നിലവിൽ വരുന്നത് 1956 നവംബർ 1. അപ്പൊ ഓട്ടോമാറ്റിക്കലി തിരുക്കൊച്ചി PSC എന്ത് PSC ആയിട്ട് മാറണം? കേരള PSC ആയിട്ട് മാറും. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, 1936 ട്രാവൻകൂർ PSC, 1949 തിരുക്കൊച്ചി PSC, 1956 കേരള PSC. ഈ 3 PSCയുടെയും രൂപീകരണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഒരു അജിറ്റേഷൻ എന്ന് പറയുന്നത് അത് നിവർത്തന അജിറ്റേഷൻ എന്നറിയപ്പെടുന്ന അബ്സ്റ്റൻഷൻ മൂവ്മെന്റ് ആണല്ലോ. അപ്പൊ ഈ പറയുന്ന പ്രധാനപ്പെട്ട കണ്ടന്റുകൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിക്കണം. ഈ ഒരു ടോപ്പിക്, ഈ പറയുന്ന അബ്സ്റ്റൻഷൻ മൂവ്മെന്റ് എന്ന ടോപ്പിക്ക് കവർ ചെയ്ത് പഠിക്കുമ്പോൾ ഏറ്റവും നിർണായകമായി നിങ്ങൾ പഠിക്കേണ്ട 5 ഫാക്ടേഴ്സ് ആണ്. ഒന്ന് 1932 അബ്സ്റ്റൻഷൻ മൂവ്മെന്റ് എന്നറിയപ്പെടുന്ന നിവർത്തന അജിറ്റേഷൻ, 1935 കോഴഞ്ചേരി സ്പീച്ച് ഡെലിവേർഡ് ബൈ അല്ലെങ്കിൽ കണ്ടക്ടഡ് ബൈ CK Seven, 1936 ട്രാവൻകൂർ PSCയുടെ ഫസ്റ്റ് ചെയർമാൻ GD നോക്സ് ആണ്. 1949 ജൂലൈ 1, 1949 ജൂലൈ 1 തിരുക്കൊച്ചി PSC ഫസ്റ്റ് ചെയർമാൻ ആരാണ്? അത് C കുഞ്ഞിരാമനാണ്. അടുത്ത 1956 നവംബർ 1, 1956 നവംബർ 1 കേരള PSCയുടെ ഫസ്റ്റ് ചെയർമാൻ എന്നറിയപ്പെടുന്നത് അത് VK വേലായുധൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. നമ്മൾ റാൻഡമായി ഈ കണ്ടന്റുകളെല്ലാം ഡിസ്കസ് ചെയ്യും. ഇപ്പൊ ഒരു ഔട്ട്ലൈൻ കിട്ടിയല്ലോ, അപ്പൊ തന്നെ നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട കണ്ടന്റിലേക്ക് വരണം. ഒന്നാമത്തെ ഫാക്ട്, ദി അജിറ്റേഷൻ സ്റ്റാർട്ടഡ് ഇൻ 1932 ബൈ മെമ്പേഴ്സ് ഓഫ് ദി ക്രിസ്ത്യൻ, Muslim and Izhava communities demanding reservation in government jobs and the legislative assembly in proportion to population. വേറെ ഒന്നുമില്ല, ജനസംഖ്യ അടിസ്ഥാനത്തിൽ, അതായത് പോപ്പുലേഷന്റെ അടിസ്ഥാനത്തിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി, നിയമനിർമ്മാണ സഭയിൽ എന്ത് കിട്ടണം? പ്രാതിനിധ്യം കിട്ടാൻ വേണ്ടിയും സർക്കാർ സർവീസിൽ, ഗവൺമെന്റ് ജോബിൽ റിസർവേഷൻ, സംവരണം കിട്ടാൻ വേണ്ടിയും കേരളത്തിലെ ക്രിസ്ത്യൻ, കേരളത്തിലെ മുസ്ലിം, കേരളത്തിലെ ഈഴവ കമ്മ്യൂണിറ്റീസ് ഒത്തൊരുമിച്ച് ജോയിന്റ് ആയിട്ട് സംയുക്തമായി നടത്തിയ അജിറ്റേഷൻ ഏത് എന്ന് ചോദിച്ചാൽ അതിനുത്തരമാണ് നിവർത്തന അജിറ്റേഷൻ. അതുമല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത അബ്സ്റ്റൻഷൻ മൂവ്മെന്റ്. പഠിച്ചോണം, വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ അബ്സ്റ്റൻഷൻ
മൂവ്മെന്റ് കണ്ടക്ടഡ് ഇൻ വിച്ച് ഇയർ? 1932 ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട ഫാക്ട്, ദി ഓർഗനൈസേഷൻ ബിഹൈൻഡ് ദ ഓൺഗോയിങ് പ്രൊട്ടസ്റ്റ്. ഒന്നുമില്ല, ഈ സമരത്തിന്, ഈ പ്രതിഷേധ സമരത്തിന് പിന്നിൽ പ്രവർത്തിച്ച സംഘടനയുടെ പേരാണ് അഖില ട്രാവൻകൂർ യുണൈറ്റഡ് പൊളിറ്റിക്കൽ കമ്മിറ്റി. മലയാളത്തിൽ വരുമ്പം ചെറിയ ഒരു മാറ്റമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അഖില തിരുവിതാംകൂർ, അഖില തിരുവിതാംകൂർ യുണൈറ്റഡ് പൊളിറ്റിക്കൽ കമ്മിറ്റി എന്നാണ് ഈ സംഘടനയുടെ പേര്. അപ്പൊ ചില ആളുകൾ മനസ്സിൽ കരുതും, സാറേ സംയുക്ത രാഷ്ട്രീയ സമിതി അല്ലെങ്കിൽ ജോയിന്റ് പൊളിറ്റിക്കൽ കോൺഫറൻസ് എന്നും പറഞ്ഞൊരു വാക്കുണ്ടോ? ഈ പറയുന്ന അഖില ട്രാവൻകൂർ യുണൈറ്റഡ് പൊളിറ്റിക്കൽ കമ്മിറ്റിയുടെ മറ്റൊരു പേരാണ് ജോയിന്റ് പൊളിറ്റിക്കൽ. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ജോയിന്റ് പൊളിറ്റിക്കൽ കോൺഫറൻസ്. ഈസ് റിലേറ്റഡ് ടു വിച്ച് മൂവ്മെന്റ് ഇൻ കേരള എന്ന് ചോദിച്ചാൽ അതിനുത്തരമായി നിങ്ങൾ എഴുതേണ്ടത് ഈ പറയുന്ന അബ്സെൻഷൻ മൂവ്മെന്റ് ആണ്. അത് ഇമ്പോർട്ടന്റ്. അടുത്തത് മെയിൻ ലീഡേഴ്സ് ഓഫ് ദി ഓൾ ട്രാവൻകൂർ യുണൈറ്റഡ് പൊളിറ്റിക്കൽ കമ്മിറ്റി. ഈ സംഘടനയുടെ പ്രധാനപ്പെട്ട നേതാവെന്നറിയപ്പെടുന്നത് സി കേശവനും എൻ വി ജോസഫുമാണ്. അപ്പൊ സി കേശവനും എൻ വി ജോസഫും ഏത് സംഘടനയുടെ? ഈ എഴുതി വെച്ചേക്കുന്ന അഖില ട്രാവൻകൂർ യുണൈറ്റഡ് പൊളിറ്റിക്കൽ കമ്മിറ്റി എന്ന ഓർഗനൈസേഷന്റെ മെയിൻ ലീഡേഴ്സ് ആണ് ഈ സി കേശവനും എൻ വി ജോസഫും. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, ഈ പറയുന്ന നിവർത്തന സമരം എന്നറിയപ്പെടുന്ന അബ്സഷൻ മൂവ്മെന്റിന്റെ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കളിൽ രണ്ട് നേതാക്കന്മാരെ നമ്മൾ പറഞ്ഞു. ഇനി ഒത്തിരി നേതാക്കന്മാരുണ്ട്, അവരെ പറ്റി ഇനി പറയണം. ഒന്ന്, ദ വേർഡ് നിവർത്തന കോയിൻഡ് ബൈ. നമ്മളെ കുഴപ്പിക്കുന്നതാ. നമുക്ക് പഠിക്കാനുണ്ട് ഈ പറയുന്ന സ്ട്രഗിൾസ് ആൻഡ് സോഷ്യൽ റിവോൾട്ട് എന്നറിയപ്പെടുന്ന ടോപ്പിക് കവർ ചെയ്യുമ്പം നമ്മൾ പഠിക്കുന്ന പ്രധാനപ്പെട്ട മൂവ്മെന്റുകളാ അബ്സെൻഷൻ മൂവ്മെന്റ്, മലയാളി മെമ്മോറിയൽ, ഓപ്പോസിഷൻ മെമ്മോറിയൽ, വൈക്കം സത്യാഗ്രഹ തുടങ്ങി ധാരാളം മൂവ്മെന്റ് നമ്മൾ പഠിക്കും. അതിൽ നമ്മളെ കുഴപ്പിക്കുന്ന രണ്ട് ചോദ്യമാണ്. ഒന്ന്, ദ വേർഡ് നിവർത്തന കോയിൻഡ് ബൈ. നിവർത്തനം എന്ന വാക്കിന്റെ ഉപജ്ഞാതാവ് ആരാണ്? അത് ഐ സി ചാക്കോയാണ്. ദ വേർഡ് നിവർത്തന കോയിൻഡ് ബൈ ഐ സി ചാക്കോ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, മെയിൻ ലീഡേഴ്സ് ഓഫ് നിവർത്തന അജിറ്റേഷൻ, നിവർത്തന സമരത്തിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ആരെന്ന് ചോദിച്ചാൽ അതിനുത്തരം ഒരു ആള് സി കേശവൻ, ടി എം വർഗീസ്, എൻ വി ജോസഫ്, പി കെ കുഞ്ഞ്. ഈ 4 വ്യക്തികളെയും നിങ്ങൾ പഠിക്കണം. കാരണം എന്താണെന്നറിയോ? ടീച്ചേഴ്സെ തിരിഞ്ഞു പോരുത്. ഈ 4 വ്യക്തികൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? താഴെ പറയുന്നവയിൽ അബ്സഷൻ മൂവ്മെന്റുമായി ബന്ധപ്പെടാത്ത വ്യക്തി ആര്? താഴെ പറയുന്നവയിൽ നിവർത്തന അജിറ്റേഷനുമായി ബന്ധപ്പെടാത്ത വ്യക്തികൾ ആര് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ 4 ഓപ്ഷനിൽ ഈ 4 പേരിൽ അല്ലാതെ ഈ 4 പേരിൽ ഏതെങ്കിലും ഒരാളെ മാറ്റിയിട്ട് വേറെ നമുക്ക് സുപരിചിതമായിട്ടുള്ള വേറെ ആരെങ്കിലും ആടിയും, അതാണ് ന്യൂജൻ ചോദ്യം. അപ്പൊ നമുക്ക് വേണ്ടത് മെയിൻ ലീഡേഴ്സ് ഓഫ് നിവർത്തന അജിറ്റേഷൻ ഓർ മെയിൻ ലീഡേഴ്സ് ഓഫ് അബ്സ്റ്റൻഷൻ മൂവ്മെന്റ്. ആരൊക്കെയാ? സി കേശവൻ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. സി കേശവൻ ഉണ്ട്, ടി എം വർഗീസ് ഉണ്ട്, പഠിച്ചാണേ. ടി എം വർഗീസ് ഉണ്ട്, അടുത്ത എൻ വി ജോസഫ് ഉണ്ട്, പി കെ കുഞ്ഞ്. ഈ 4 വ്യക്തികളാണ് മെയിൻ ലീഡേഴ്സ്. അതിൽ ഏറ്റവും പ്രൊമിനന്റ് ആയിട്ടുള്ള റിനൈസൻസ് ലീഡർ ആരാ? അത് സി കേശവൻ. ഈ സി കേശവനെ അറിയപ്പെടുന്ന പേരാണ് സിംഹള സിംഹം, ചിലന്തി സാർ എന്നറിയപ്പെടുന്നത്. അപ്പൊ ചില ആളുകൾ മനസ്സിൽ കരുതും, സാറേ ഈ ചിലന്തി സാർ എന്ന് പറയുന്ന വാക്കൊക്കെ ഇംഗ്ലീഷിലേക്ക് വരുമ്പം സ്പൈഡർ ടീച്ചർ എന്നല്ലയോ? അല്ലേ അല്ല. കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ചോദിക്കുന്നത് വിച്ച് സോഷ്യൽ റിഫോർമർ ഈസ് ആൾസോ നോൺ ആസ് ചിലന്തി സാർ, വിച്ച് സോഷ്യൽ റിഫോർമർ ഈസ് ആൾസോ നോൺ ആസ് സിംഹള സിംഹം. അപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു ക്വസ്റ്റ്യൻ വരും, സിംഹളൻ എന്ന് പറഞ്ഞൊരു ചോദ്യം ഉണ്ടോ? ഉണ്ട്. സിംഹളൻ എന്നറിയപ്പെടുന്നത് അത് സി വി കുഞ്ഞിരാമനാ. സിംഹള സിംഹം എന്നറിയപ്പെടുന്നത് ഈ സി കേശവൻ. ഈ സി കേശവനാണ് 1935 കോഴഞ്ചേരി സ്പീച്ച് ഡെലിവർ ചെയ്തത്. ഈ സി കേശവന്റെ ഓട്ടോബയോഗ്രഫിയുടെ പേരാണ് ജീവിത സമരം. നമ്മളെ കുഴപ്പിച്ചു കളയും. ജീവിത മത്സരം എന്ന് പറഞ്ഞൊരു ഓട്ടോബയോഗ്രഫി ഉണ്ട്. ജീവിത മത്സരം എന്ന ഓട്ടോബയോഗ്രഫി സി കൃഷ്ണന്റെയും സി കേശവന്റെ ഓട്ടോബയോഗ്രഫിയുടെ പേര് ജീവിത സമരം എന്നാണ്. നമ്മളെ കുഴപ്പിക്കുന്ന ചോദ്യമാണ്. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, വിച്ച് മൂവ്മെന്റ് ബിഹൈൻഡ് ദി ഫോർമേഷൻ ഓഫ് PSC ഇൻ കേരള?
തൊട്ട് മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്തു. കേരളത്തിൽ PSCയുടെ രൂപീകരണത്തിന് കാരണമായ പ്രക്ഷോഭം ഏതെന്ന് ചോദിച്ചാൽ അതിനുത്തരം ഏതാ? ഈ പറയുന്ന അബ്സ്റ്റൻഷൻ മൂവ്മെന്റ് എന്നറിയപ്പെടുന്ന നിവർത്തന സമരവ. നടന്ന വർഷം 1932, 1935 കോഴഞ്ചേരി PSC, 1936 ട്രാവൻകൂർ PSC, 1949 തിരുക്കൊച്ചി PSC, 1956 കേരള PSC. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട വസ്തുത, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോയിന്റ് വീണ്ടും ഒന്ന് റിവിഷൻ ചെയ്യുക. 1932 നിവർത്തന അജിറ്റേഷൻ. അപ്പൊ ദ വേർഡ് നിവർത്തന കോയിൻഡ് ബൈ, നിവർത്തൻ എന്ന വാക്കിന്റെ ഉപജ്ഞാതാവാര? അതിനുത്തരം IC ചാക്കോ. നമ്മളെ കുഴപ്പിച്ച് കളയുവേ. നിവർത്തന സമരത്തിന്റെ മെയിൻ ലീഡേഴ്സ് ഉണ്ട്, അത് 4 വ്യക്തികൾ. അതിൽ തന്നെ പ്രൊമിനന്റ് ലീഡർ ആരാണ്? അത് CK Seven ആണ്. ദെൻ 1935 കോഴഞ്ചേരി സ്പീച്ച് കണ്ടക്ട് ചെയ്യുന്നു, കണ്ടക്ടഡ് ബൈ CK Seven. 1936 ട്രാവൻകൂർ PSCയുടെ ഫസ്റ്റ് ചെയർമാൻ ആരാണ്? അത് GD നോക്സ് ആണ്. 1949 ജൂലൈ 1, 1949 ജൂലൈ 1 തിരുക്കൊച്ചി PSC വരുന്നു. തിരുക്കൊച്ചി PSCയുടെ ഫസ്റ്റ് ചെയർമാൻ എന്നറിയപ്പെടുന്നത് അത് C കുഞ്ഞിരാമൻ. തിരിയല്ലേ? CV കുഞ്ഞിരാമൻ വേറെ, C കുഞ്ഞിരാമൻ വേറെ. അടുത്തത് 1956 നവംബർ 1, 1956 നവംബർ 1 കേരള PSC ഫോം ചെയ്യും. കേരള PSCയുടെ ഫസ്റ്റ് ചെയർമാൻ എന്നറിയപ്പെടുന്നത് AG വേലായുധൻ അല്ല, VK വേലായുധന. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ ഒരു ക്വസ്റ്റ്യൻ വരും, സാറേ AG വേലായുധൻ എന്നും പറഞ്ഞൊരു വ്യക്തി ഉണ്ടോ? ഉണ്ട്. ആ AG വേലായുധന്റെ പ്രത്യേകത ഫസ്റ്റ് മാർട്ടേർ ഓഫ് പാലിയം സത്യാഗ്രഹം. നമ്മുടെ സിലബസിൽ വളരെ വ്യക്തമായിട്ട് പഠിക്കാനുണ്ട് പാലിയം സത്യാഗ്രഹത്തെ പറ്റി. വരും ദിവസങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ക്ലാസ് കണ്ടന്റ് ആയിട്ട് നിങ്ങൾ ഡിസ്കസ് ചെയ്യും, പഠിക്കും. അപ്പൊ നമുക്ക് വേണ്ട പോയിന്റ് ഇതാണ്. VK വേലായുധൻ വേറെ, AG വേലായുധൻ വേറെ. അടുത്തത് മൗത്ത് പീസ് ഓഫ് അബ്സഷൻ മൂവ്മെന്റ്. എന്തുവാ ഈ മൗത്ത് പീസ് എന്ന് പറഞ്ഞാൽ? അതായത് ഇപ്പൊ നമ്മൾ എല്ലാവരും കൂടി 2026 നടക്കാൻ പോകുന്ന HSST മത്സര പരീക്ഷയുടെ ജനറൽ പേപ്പറിൽ 30 മാർക്ക് സോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മളൊരു സംഘടന ഫോം ചെയ്യുവാണെന്നിരിക്കട്ടെ. HSST 2026 ജനറൽ പേപ്പർ എന്നും പറഞ്ഞാൽ നമ്മൾ കേരളത്തിലെ മുഴുവൻ ഉദ്യോഗാർത്ഥികളെയും കോർഡിനേറ്റ് ചെയ്ത് ഒരു സംഘടന ഫോം ചെയ്തു. നമ്മുടെ കാര്യങ്ങൾ, ഈ സംഘടനയുടെ പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ പുറം ലോകത്തെ അറിയിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? പത്രം അല്ലെങ്കിൽ മാഗസിൻ പബ്ലിഷ് ചെയ്യും. അതിനെ അറിയപ്പെടുന്ന പേരാണ് മൗത്ത് പീസ്. അപ്പൊ നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട വസ്തുത, മൗത്ത് പീസ് ഓഫ് അബ്സഷൻ മൂവ്മെന്റ്. നിവർത്തന സമരം എന്നറിയപ്പെടുന്ന അബ്സെൻഷൻ മൂവ്മെന്റിന്റെ മുഖപത്രം എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? അത് കേരള കേസരി. തിരിഞ്ഞു പോകരുത്, ഭാരത കേസരി ഉണ്ട്, കേരള കേസരി ഉണ്ട്. അപ്പൊ ഭാരത കേസരി എന്നറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭനെ അറിയപ്പെടുന്ന പേരാണെന്ത്? ഭാരത കേസരി. ഇതെന്താ നമ്മൾ പറഞ്ഞേക്കുന്നത്? കേരള കേസരി. അപ്പൊ കേരള കേസരി എന്ന പത്രം സ്ഥാപിച്ചത് A ബാലകൃഷ്ണ പിള്ള എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. ഭാരത കേസരി അല്ല, കേരള കേസരി എന്ന മാഗസിൻ ഫോം ചെയ്തത്. അപ്പൊ ദ ന്യൂസ് പേപ്പർ കേരള കേസരി ഫൗണ്ടഡ് ബൈ, ഓർ ദി മാഗസിൻ കേരള കേസരി ഫൗണ്ടഡ് ബൈ A ബാലകൃഷ്ണ പിള്ള. അപ്പൊ ഒരു നിസ്സാര ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിച്ചോട്ടെ. ചോദ്യം നിസ്സാരമാണ്. വിച്ച് സോഷ്യൽ റിഫോർമർ ഇൻ കേരള ഈസ് ആൾസോ നോൺ ആസ് കേരള കേസരി? കേരള കേസരി എന്നറിയപ്പെടുന്ന ആരാ? അത് A ബാലകൃഷ്ണ പിള്ള. അപ്പൊ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോയിന്റ് എന്തുവാ? ഭാരത കേസരി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് മന്നത്ത് പത്മനാഭൻ. രണ്ട് ചോദ്യമാണ്, നമ്മളെ കുഴപ്പിച്ചു കളയും, മറക്കരുത്. ഇനി കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ 2025 ചോദിച്ച പ്രധാനപ്പെട്ട ഒരു ന്യൂജൻ ചോദ്യമാണ്. ചോദ്യം ഇതാ: ജോയിന്റ് പൊളിറ്റിക്കൽ കോൺഫറൻസ് ഈസ് റിലേറ്റഡ് ടു വിച്ച് മൂവ്മെന്റ് ഇൻ കേരള? കേരളത്തിൽ ഏത് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടതാണ്? സംയുക്ത രാഷ്ട്രീയ സമിതി, ജോയിന്റ് പൊളിറ്റിക്കൽ കോൺഫറൻസ്. ഉത്തരം ഓപ്ഷൻ എ, അബ്സ്റ്റൻഷൻ മൂവ്മെന്റ്. അപ്പൊ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ജോയിന്റ് പൊളിറ്റിക്കൽ കോൺഫറൻസിന്റെ പ്രൊമിനന്റ് ലീഡർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ഫാദർ വടക്കൻ. നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, എന്നിരുന്നാലും ഒരു ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. ഈ പറയുന്ന ജോയിന്റ് പൊളിറ്റിക്കൽ കോൺഫറൻസിന്റെ പ്രധാന നേതാവായിട്ട് കൺസിഡർ ചെയ്യുന്നത് ഫാദർ വടക്കനാണ്. ഈ ഫാദർ വടക്കൻ ഒരു ഓട്ടോബയോഗ്രഫി ഉണ്ട്, എന്റെ കുതിപ്പും കിതപ്പും എന്ന ആത്മകഥ അല്ലെങ്കിൽ എന്ന ഓട്ടോബയോഗ്രഫി എഴുതിയത് ഫാദർ വടക്കനാണ്. അങ്ങനെ ഒത്തിരി വ്യക്തികളുണ്ട്. അപ്പൊ നമുക്ക് വേണ്ടത് ജോയിന്റ് പൊളിറ്റിക്കൽ കോൺഫറൻസ് ഈസ് റിലേറ്റഡ് ടു വിച്ച് മൂവ്മെന്റ് ഇൻ കേരള? ഉത്തരം ഏതാണ്? അബ്സഷൻ മൂവ്മെന്റ്. ഓപ്ഷൻ ബിയിൽ അഞ്ചങ്ങോർ റിവോൾട്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. അഞ്ചങ്ങോർ റിവോൾട്ട് എന്ന് പറഞ്ഞാൽ 5 തെങ്ങ് കലാപമാണ്. ഓപ്ഷൻ സി മലയാളി മെമ്മോറിയൽ കൊടുത്തിട്ടുണ്ട്. ആൻസർ ആയിട്ട് വരേണ്ടത് ലിബറേഷൻ മൂവ്മെന്റും അല്ല,
ലിബറേഷൻ മൂവ്മെന്റ് മലയാളം നിങ്ങൾക്ക് അറിയാമല്ലോ, വിമോചന സമരം. മന്നത്ത് പത്മനാഭനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ആ മന്നത്ത് പത്മനാഭനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന കൺസെപ്റ്റ് ആണ് ലിബറേഷൻ മൂവ്മെന്റ്. അപ്പൊ നമുക്ക് വേണ്ട ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ, അബ്സഷൻ മൂവ്മെന്റ്. അപ്പൊ ഇനി കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തല്ലോ. അതിലൊരു ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ. എന്തുവായിരുന്നു ക്വസ്റ്റ്യൻ? ഇങ്ങനെയായിരുന്നു, എന്താണ്? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? താഴെ പറയുന്നവയിൽ ശരിയായ സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഓപ്ഷൻ എ നോക്ക്. ദി അജിറ്റേഷൻ ദാറ്റ് ലീഡ് ടു ദി ഫോർമേഷൻ ഓഫ് PSC ഇൻ കേരള ഈസ് അബ്സഷൻ മൂവ്മെന്റ്. കേരളത്തിൽ PSCയുടെ രൂപീകരണത്തിന് കാരണമായ പ്രക്ഷോഭത്തിന്റെ പേരാണ് അബ്സഷൻ മൂവ്മെന്റ്. ശരിയാണോ? ശരിയാണ്. ഓപ്ഷൻ ബിയിലേക്ക് വാ. ദി മാഗസിൻ കേരള കേസരി വാസ് ഫൗണ്ടഡ് ബൈ എ ബാലകൃഷ്ണപിള്ള. ഇപ്പൊ പഠിപ്പിച്ചതല്ലേ ഉള്ളൂ. എ ബാലകൃഷ്ണപിള്ളയാണ് കേരള കേസരി എന്ന മാഗസിൻ ഫോം ചെയ്തത്. അപ്പൊ ഭാരത കേസരി വന്നാൽ നിങ്ങൾ എന്തെഴുതും? ഭാരത കേസരി വന്നാൽ മന്നത്ത് പത്മനാഭൻ, കേരള കേസരി വന്നാൽ എ ബാലകൃഷ്ണപിള്ള. അതും ശരിയാണല്ലോ. ഇനി ഓപ്ഷൻ സിയിലേക്ക് വാ. സി കേശവൻ ഈസ് നോൺ ആസ് സിംഹള സിംഹം. സി കേശവനെ അറിയപ്പെടുന്ന പേരാണ് സിംഹള സിംഹം. ഈ സിംഹള സിംഹം എന്ന് മാത്രമാണോ? ചിലന്തി സാർ എന്നറിയപ്പെടുന്നത് ഈ സി കേശവനാണ്. ദി അൺക്രൗണ്ട് കിങ് ഓഫ് ട്രാവൻകൂർ. തിരുവിതാംകൂറിന്റെ കിരീടം വെക്കാത്ത രാജാവ് എന്നറിയപ്പെടുന്നത് ഈ സി കേശവനാണ്. ഈ സി കേശവന്റെ ആത്മകഥയുടെ പേര് അല്ലെങ്കിൽ ആട്ടോ ബയോഗ്രഫിയുടെ പേരാണ് ജീവിത സമരം. അപ്പൊ ജീവിത മത്സരം ആരുടെയാ? അത് സി കൃഷ്ണന്റെയാ. ഇതെല്ലാം നമ്മൾ പഠിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട സമരങ്ങളാ തളി ടെമ്പിൾ മൂവ്മെന്റ്. അതിനകത്ത് ഈ പറയുന്ന സി കൃഷ്ണനെ പറ്റി പഠിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളെ പറ്റി ഒക്കെ നമ്മൾ പറയും. അപ്പൊ ഓപ്ഷൻ സിയും ശരിയാ. അപ്പൊ ആൻസർ ആയിട്ട് വരേണ്ട എന്താ? ഓപ്ഷൻ ഡി അല്ലേ ആൻസർ? ഓൾ ആർ കറക്റ്റ് അല്ലയോ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നിങ്ങളുമായി ഷെയർ ചെയ്തത്. അപ്പൊ അതിൽ സ്ട്രഗിൾസ് ആൻഡ് സോഷ്യൽ റിവോൾട്ടിൽ ഒരു ടോപ്പിക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി അപ്പർ ക്ലോത്ത് റിവോൾട്ട് ഉണ്ട്, ചാന്നാർ അജിറ്റേഷൻ അത് തന്നെയാണ് അപ്പർ ക്ലോത്ത് റിവോൾട്ട്. വൈക്കം സത്യാഗ്രഹം പഠിക്കാനുണ്ട്, പെൻഡിങ് ആണ്. ഗുരുവായൂർ സത്യാഗ്രഹ, പാലിയം സത്യാഗ്രഹ, കുട്ടൻകുളം സത്യാഗ്രഹ, ടെമ്പിളൻട്രി പ്രൊക്ലമേഷൻ, ടെമ്പിളൻട്രി ആക്ട്, മലയാളി മെമ്മോറിയൽ, ഈഴോ മെമ്മോറിയൽ, മലബാർ റയോട്ട്, മലബാർ കലാപം, സിവിൽ ഡിസൊബീഡിയൻ മൂവ്മെന്റ് 1930 നടന്ന നിയമലംഘന സമരം എന്നറിയപ്പെടുന്ന ഉപ്പ് സത്യാഗ്രഹത്തെ പറ്റിയൊക്കെ നമ്മൾ ഈ സിലബസ് പ്രകാരം പഠിക്കണം. ഈ സ്ട്രഗിൾസ് ആൻഡ് സോഷ്യൽ റിവോൾട്ട് മാത്രമല്ല, റിനൈസൻസ് ലീഡേഴ്സിനെ പറ്റി നമ്മൾ പഠിക്കും. ഡീറ്റെയിൽ ആയിട്ട് മാഗസിൻ എന്നറിയപ്പെടുന്ന ഒരു മേഖലയുണ്ട്. ആ മാഗസിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്ത് പഠിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട റോൾ ഓഫ് വുമൺ ഇൻ കേരള റിനൈസൻസ്, കേരള നവോത്ഥാനത്തിൽ വനിതകൾക്കുള്ള പ്രാധാന്യത്തെ പറ്റി നമ്മൾ പഠിക്കും. അപ്പൊ ഏറ്റവും പുതിയ ബാച്ചിൽ സ്റ്റഡി പ്ലാൻ പ്രകാരമുള്ള ഏറ്റവും പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഉഷാറായിട്ട് പഠിക്കുക. ഇനിയുള്ള എല്ലാ ദിവസവും തരുന്ന വീഡിയോ ക്ലാസ്, അതിന്റെ നോട്ട്സ്, അതിന്റെ എക്സാം കൃത്യമായി ഫോളോ അപ്പ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. 2026 നടക്കാൻ പോകുന്ന HSSC മത്സര പരീക്ഷയിലെ 30 മാർക്ക് ജനറൽ ടോപ്പിക് നമ്മൾ നേടും. അതിൽ ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, അത് കോൺസ്റ്റിറ്റ്യൂഷൻ ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, കറണ്ട് അഫയേഴ്സ് ആയിക്കോട്ടെ, സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാം ആയിക്കോട്ടെ, മെത്തഡോളജി ആയിക്കോട്ടെ, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആയിക്കോട്ടെ, റിനൈസൻസ് ആയിക്കോട്ടെ, എൻറ്റയർ കണ്ടന്റ് നിങ്ങൾ നേടും. കാരണം അത്രയേറെ എഫേർട്ട് പൾപ്പിറ്റ് എടുക്കുന്നുണ്ട് ഓരോ ടീച്ചേഴ്സും. കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കുന്ന അധ്യാപകനായിക്കോട്ടെ, കറണ്ട് അഫയേഴ്സ് എടുക്കുന്ന അധ്യാപകനായിക്കോട്ടെ, എല്ലാ ടീച്ചേഴ്സും എഫേർട്ട് ഇട്ടാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ ഉഷാറായിട്ട് പഠിക്കുക. വരാൻ പോകുന്ന HSSC മത്സര പരീക്ഷ നമ്മൾ നേടിയെടുക്കും. ആദ്യ റാങ്കിൽ നമ്മൾ എത്തുക തന്നെ ചെയ്യും. അപ്പൊ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദ ബെസ്റ്റ്. എന്താ ഇത്